പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അവർ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ അന്ന് 25-ാം തീയതി പോയപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മോൾക്ക് കൈ പോവില്ലായിരുന്നു. എൻ്റെ മോൾ ഇനി എന്ത് കാട്ടുമെന്ന് നമുക്കറിയില്ല. എന്നിട്ട് പിന്നെ മരുന്ന് തന്നുകൊണ്ട് ഞങ്ങൾ അയച്ചു വിട്ടു. അങ്ങനെ ഈ നീരുള്ള കാര്യവും വേദനയുള്ള കാര്യവും ഒക്കെ അറിയിച്ചിരുന്നു. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് വരാനോ അതവിടെ കുട്ടിന്റെ ഇതിന്റെ ഡ്രസ്സ് മാറ്റാനോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ക്ലീൻ ചെയ്യാനൊന്നും പറഞ്ഞൊന്നുമില്ല അവര്. അതായത് കുട്ടിക്ക് കയ്യിൽ ആ മുറിവുണ്ടായിരുന്നു, അത് വളരെ ചെറിയ മുറിവായിരുന്നു. പക്ഷെ അത് എന്താണ് നരമ്പിൽ തട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഡോക്ടർമാർക്കല്ലല്ലോ, അവര് പരിശോധിച്ച് നോക്കിയാലേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അത് അവര് ചെയ്ത് നോക്കിയില്ലല്ലോ. ഒട്ടും പരിശോധിച്ചിട്ടില്ല. അവര് ഞങ്ങൾ വന്നു പോയി കെട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ അയച്ചു. പിന്നെ പിറ്റേ ദിവസം നോക്കിയില്ല, തുറന്നു നോക്കി മുറിയില് എന്തായിട്ടുണ്ടാവും, അടുത്തിട്ടുണ്ടോ, അതാ മുറി ഉണങ്ങിയോ ഒന്നും നോക്കിയില്ല. പിറ്റേ 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ട് വന്നു. 5 ദിവസം കഴിഞ്ഞിട്ടില്ല, വേദന നീര് കെട്ട് നല്ലോണം വന്നത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്, പോയത് ഹോസ്പിറ്റലിലേക്ക്. അവരെന്താ പറഞ്ഞു? അവര് പറഞ്ഞു നിങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചുകൂടെ. അപ്പൊ ഞങ്ങൾ കണ്ടത് ഇന്ന് രാവിലെയാണ്. ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല. 29-ാം തീയതി ഞാൻ എന്റെ കുട്ടിനെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തുമായിരുന്നു. അപ്പൊ രാവിലെയാണ് കണ്ടത്. ഞാൻ രാവിലെ നോക്കുമ്പോൾ കൈയൊക്കെ വീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് കെണിക്കാൻ പറ്റിണ്ടായിരുന്നില്ല. മയങ്ങി നല്ലോണം തളർന്നിട്ട് നാക്ക് സംസാരിക്കാൻ പറ്റില്ല. അവളെന്തോ പറയുമ്പോ നമുക്ക് വേറെ എന്തോ കേൾക്കണം. സംസാരിക്കാൻ കിട്ടാണ്ട് എണിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പൊക്കിയിട്ട് കിട്ടണ്ടേ, കുട്ടീനെ പൊക്കിയിട്ട് കിട്ടും. കുട്ടി നിൽക്കാനും പറ്റില്ല. ഞങ്ങൾ വേഗം ആറന്മുറ അങ്ങനെ വണ്ടി വേറെ ഒന്നുമില്ലല്ലോ, ബൈക്കിൽ തന്നെ അത്ര സ്പീഡിൽ ഞങ്ങൾ വന്നത്, ഹൈവേ കൂടെ. ഈ റിപ്പോർട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിന് നേരെ നിങ്ങളെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ്. നിങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അവന്റെ സംരക്ഷണമല്ലേ നോക്കുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞ നമ്മളിപ്പോ താഴ്ന്ന ജാതിയാണ്, നമ്മൾ അന്നന്ന് കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ്. പക്ഷെ അവന്റെ ഒരു സംഭവം നടന്നതാണെങ്കിൽ അവരിപ്പോ അതിന് ഭയങ്കരമായിട്ട് ഇതാകും. പക്ഷെ നമ്മുടെ കയ്യില് അങ്ങനെ നടക്കാനുള്ള ആളില്ല. നമ്മള് പാവപ്പെട്ടവരാണ്, ഞങ്ങള് ചെറിയ ജാതിപ്പെട്ടവരാണ്, SC ആണ് ഞങ്ങള്. ഞങ്ങൾക്ക് നീതി എന്തായാലും കിട്ടണം, ഇത്രയും പറയാനുള്ളൂ. കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കുഴപ്പമില്ല, വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. രാത്രി ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് ഉറങ്ങണത്. ഇന്നലെ രാത്രിയും ഇഞ്ചക്ഷൻ എടുക്കാനും അതിനും ഇതിനൊക്കെ പോയി ബ്ലഡ് കയറ്റിട്ട് കേറാണ്ട് 2ാം പ്രാവശ്യം ബ്ലഡ് കയറ്റിയിട്ട് കിടക്കുകയാണ്. സർജറി വേണം. അണുബാധ ഇൻഫെക്ഷൻ കുറച്ചായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് ക്ലീൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് തുന്നാൻ പറ്റുകയാണെങ്കിൽ തുന്നും അവര് ഡോക്ടർമാര്. ഇത് തന്നെയാണ് ഇവർ നേരത്തെയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ആ മുറിവ് നോക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ നൽകാനോ ശ്രമിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, കയ്യിലുള്ള എല്ലിന്റെ പൊട്ടൽ മാത്രമാണ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അവർ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ അന്ന് 25-ാം തീയതി പോയപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മോൾക്ക് കൈ പോവില്ലായിരുന്നു. എൻ്റെ മോൾ ഇനി എന്ത് കാട്ടുമെന്ന് നമുക്കറിയില്ല.